ഹായ് ട്രെയിനീസ്, സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ ഘടകങ്ങളെ തിരിച്ചറിയൽ, എയർ കംപ്രസറിന്റെ നിർമ്മാണം, പ്രവർത്തന തത്വം എന്നിവ സംബന്ധിച്ച് പഠിക്കുന്നതാണ്. ഈ സെഷൻ അവസാനിക്കുമ്പോൾ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന എയർ കംപ്രസറിന്റെ നിർമ്മാണം, ഭാഗങ്ങൾ, പ്രവർത്തന തത്വം എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ അറിവ് ലഭിക്കും. കൂടാതെ FRL, അതായത് ഫിൽറ്റർ റെഗുലേഷൻ ലൂബ്രിക്കേഷൻ യൂണിറ്റ്, വിവിധ തരം ന്യൂമാറ്റിക് വാൽവുകൾ, ആക്ച്വേറ്ററുകൾ അഥവാ ന്യൂമാറ്റിക് സിലിണ്ടർ എന്നിങ്ങനെ ഈ സിസ്റ്റത്തിലുള്ള വിവിധ ഉപകരണങ്ങളും നാം മനസ്സിലാക്കും. എയർ കംപ്രസർ ഒരു പ്രധാന ഉപകരണമാണ്. ഇത് ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. കംപ്രസ് ചെയ്ത വായു ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ പ്രധാന പ്രവർത്തന മാധ്യമമാണെന്നും അത് കംപ്രസർ തുടർച്ചയായി നൽകേണ്ടതുണ്ടെന്നും നമുക്കറിയാം. ന്യൂമാറ്റിക്സിന് പുറമെ പല എഞ്ചിനീയറിംഗ് മെഷീനുകളിലും എയർ കംപ്രസർ പ്രധാന പങ്ക് വഹിക്കുന്നു. കംപ്രസർ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സിലിണ്ടർ, ന്യൂമാറ്റിക് വാൽവ്, റെഗുലേറ്റർ വാൽവ്, ഡ്രെയിൻ വാൽവ്, മോട്ടോർ തുടങ്ങി നിരവധി ഭാഗങ്ങൾ ആവശ്യമാണ്. മികച്ച ഔട്ട്പുട്ട് ലഭിക്കാൻ എയർ കംപ്രസർ അതിന്റെ പരമാവധി ക്ഷമതയിലും കൃത്യമായ പവറിലും പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കംപ്രസറിൽ നിരവധി ഭാഗങ്ങളുണ്ട്. നമുക്ക് ഇവയെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. മോട്ടോർ. ഒരു എയർ കംപ്രസറിന് മെഷീൻ പവർ അപ്പ് ചെയ്യാൻ ഒരു ഇലക്ട്രിക് മോട്ടോർ ആവശ്യമാണ്. മോട്ടോർ 2 ബെൽറ്റുകളും ഒരു പുള്ളിയും അഥവാ കപ്പിയും ഉപയോഗിച്ച് പമ്പ് പിസ്റ്റണുകളിലേക്ക് പവർ കൈമാറ്റം ചെയ്യുന്നു. ഒരു ഫ്ലൈ വീൽ, ക്രാങ്ക് ഷാഫ്റ്റ് എന്നിവ ഉപയോഗിച്ചാണ് ഇത്തരം പവർ കൈമാറ്റം നടക്കുന്നത്. മോട്ടോർ ഓവർലോഡ് തടയാൻ ഒരു മാഗ്നറ്റിക് സ്റ്റാർട്ടർ സ്ഥാപിക്കേണ്ടത് പരമപ്രധാനമാണ്. ടാങ്ക്. കംപ്രസ് ചെയ്യപ്പെടുന്ന വായു സംഭരിക്കുന്ന കംപ്രസറിന്റെ ഭാഗമാണ് ടാങ്ക്. എയർ കംപ്രസറിന്റെ ഏറ്റവും വലിയ ഭാഗമാണിത്. വലിയ നിർമ്മാണ പ്രവൃത്തികൾക്കായി ഇത് 1 മുതൽ 10 ഗാലൻ അല്ലെങ്കിൽ അതിലും കൂടുതലായിരിക്കും. ടാങ്ക് പൊതുവെ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. പ്രഷർ സ്വിച്ച്. റിസീവർ ഫാക്ടറി സെറ്റ് പരിധിയിൽ എത്തുമ്പോൾ പ്രഷർ സ്വിച്ച് ഓട്ടോമാറ്റിക്കായി മോട്ടോർ ഷട്ട് ഡൗൺ ചെയ്യുന്നു. പ്രഷർ ലെവൽ പ്രീസെറ്റ് ലെവലിലേക്ക് താഴുമ്പോൾ പ്രഷർ സ്വിച്ച് മോട്ടോറിനെ വീണ്ടും പ്രവർത്തിപ്പിക്കുന്നു. അതിനാൽ കംപ്രസർ വഴി വായു പമ്പ് ചെയ്യുന്നത് പുനരാരംഭിക്കുന്നു. ടാങ്കിലെ മർദ്ദം എത്രത്തോളം ആവാമെന്നത് നിയന്ത്രിക്കുന്ന ഒരു എമർജൻസി സ്വിച്ചായും ഇത് പ്രവർത്തിക്കുന്നു. ഡ്രെയിൻ വാൽവ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ടാങ്കിനുള്ളിൽ കുടുങ്ങിയേക്കാവുന്ന എണ്ണ, അഴുക്ക്, ഈർപ്പം, മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവ കളയുന്നു. എയർ കംപ്രസറുടെ ലളിതമായ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ടാങ്കിലടിയുന്ന മാലിന്യങ്ങളും അവശിഷ്ടങ്ങളും നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ്. ഈർപ്പവും എണ്ണപ്പാടയും മൂലമുണ്ടായേക്കാവുന്ന തുരുമ്പെടുക്കൽ തടയാൻ ഡ്രെയിൻ വാൽവ് സഹായിക്കുന്നു. പ്രഷർ ഗേജ്. ഈ ഗേജ് എയർ കംപ്രസറിന്റെ ടാങ്കിനുള്ളിലെ കംപ്രസ് ചെയ്ത വായു മർദ്ദം അളക്കുന്നു. ലഭിച്ച വായുമർദ്ദ തോത് നിയന്ത്രിതമായി ക്രമീകരിച്ചിരിക്കുന്ന പരിധിയേക്കാൾ കൂടുതലാണെങ്കിൽ ഇത് എയർ കംപ്രസർ പരിശോധിക്കുന്നതിനോ അല്ലെങ്കിൽ ഗേജ് ഉയർന്ന മർദ്ദത്തിൽ എത്തുന്നതിന് മുൻപ് കംപ്രഷൻ നിർത്തുന്നതിനോ ഒരു മുന്നറിയിപ്പ് സിഗ്നൽ നൽകുന്നു. നേരെ മറിച്ച് അനുവദനീയമായ അളവിൽ നിന്ന് മർദ്ദം കുറയുകയാണെങ്കിൽ അത് ടാങ്കിലെ ലീക്ക് പോലെയുള്ള കംപ്രസറിന്റെ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നു. കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളും അപകടങ്ങളും ഒഴിവാക്കാൻ ഇതും ഉടനടി പരിശോധിക്കണം. ഇൻലെറ്റ് പോർട്ട്. ഇൻലെറ്റ് എയറിനെ കംപ്രസർ ഇൻലെറ്റ് വാൽവിലേക്ക് കൊണ്ടുവരാൻ ഈ പോർട്ട് ഉപയോഗിക്കുന്നു. ഇൻലെറ്റ് വാൽവ് അസംബ്ലി. ഇൻലെറ്റ് വാൽവ് അസംബ്ലിയിൽ വാൽവ് പ്ലേറ്റ്, വാൽവ് സ്പ്രിംഗ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇൻലെറ്റ് വാൽവ് കംപ്രസറിന്റെ സിലിണ്ടറിലേക്കുള്ള വായു പ്രവാഹത്തെ നിയന്ത്രിക്കുന്നു. പിസ്റ്റൺ താഴേക്ക് നീങ്ങുമ്പോൾ
ഉള്ളിലേക്ക് വായു പ്രവേശിക്കുന്നതിനായി ഇൻലെറ്റ് വാൽവ് താഴേക്ക് തുറക്കുന്നു. ഇൻലെറ്റ് വാൽവ് ശരിയായ സ്ഥാനത്ത് നിലനിർത്താൻ വാൽവ് പ്ലേറ്റ് ഉപയോഗിക്കുന്നു. കൂളിംഗ് ഫെൻസ്. സിലിണ്ടറിൽ നിന്ന് ചുറ്റുപാടിലേക്ക് ചൂട് അനായാസം കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് തുറപ്പിക്കാൻ സിലിണ്ടർ ബോഡിയിൽ നിന്ന് അധികമായി നൽകിയിരിക്കുന്ന ഭാഗമാണ് കൂളിംഗ് ഫെൻസ്. സാധാരണയായി ഇവ അലുമിനിയം കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഡിസ്ചാർജ് പോർട്ട്. ഡിസ്ചാർജ് എയറിനെ ഡിസ്ചാർജ് ലൈനിലേക്ക് നയിക്കാൻ കംപ്രസർ സിലിണ്ടറിന്റെ മുകളിൽ നൽകിയിരിക്കുന്ന ഓപ്പണിംഗ് ആണ് ഡിസ്ചാർജ് പോർട്ട് എന്നറിയപ്പെടുന്നത്. ഡിസ്ചാർജ് വാൽവ് അസംബ്ലി. ഡിസ്ചാർജ് വാൽവ് അസംബ്ലിയിൽ ഡിസ്ചാർജ് വാൽവ്, വാൽവ് പ്ലേറ്റ്, വാൽവ് സ്പ്രിംഗ് എന്നിവയുണ്ട്. ഡിസ്ചാർജ് വാൽവിനെ ശരിയായ സ്ഥാനത്ത് നിലനിർത്താൻ വാൽവ് പ്ലേറ്റ് സഹായിക്കുന്നു. പിസ്റ്റൺ മുകളിലേക്ക് എത്തുമ്പോൾ ഉയർന്ന മർദ്ദമുള്ള വായു ഡിസ്ചാർജ് ചെയ്യുന്നതിനാണ് ഡിസ്ചാർജ് വാൽവ് ഉപയോഗിക്കുന്നത്. എയർ ഫിൽട്ടർ. എയർ ഫിൽട്ടർ എയർ കംപ്രസറിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കംപ്രസർ സിലിണ്ടറിനുള്ളിൽ അഴുക്കും പൊടിയും കടക്കുന്നത് തടയാൻ എയർ ഫിൽട്ടർ സഹായിക്കുന്നു. കംപ്രസറിന്റെ വായു വലിച്ചെടുക്കുന്ന ഭാഗത്തിന്റെ അറ്റത്താണ് ഫിൽട്ടർ നൽകിയിരിക്കുന്നത്. സുരക്ഷാ വാൽവ്. സ്റ്റോറേജ് ടാങ്ക് കപ്പാസിറ്റിയുടെ കഴിവിനപ്പുറമെത്തുന്ന വായുമർദ്ദം മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ എയർ സ്റ്റോറേജ് ടാങ്കിലോ എയർ ഔട്ട്ലെറ്റ് ലൈനിലോ ഒരു സേഫ്റ്റി വാൽവ് നൽകിയിട്ടുണ്ട്. റെഗുലേറ്റർ. ഉയർന്ന മർദ്ദത്തിലുള്ള വായു പ്രവാഹം നിയന്ത്രിക്കുന്നതിന് ഡിസ്ചാർജ് ട്യൂബിൽ സാധാരണയായി ഒരു എയർ റെഗുലേറ്റർ നൽകാറുണ്ട്. ചെക്ക് വാൽവ് അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവ്. അൺലോഡ് ട്യൂബ്. എയർ റിസീവർ ടാങ്കിനും കംപ്രസർ ഹെഡിനും ഇടയിലുള്ള ബൈപ്പാസ് ലൈനിൽ ഒരു വൺ വേ ചെക്ക് വാൽവ് നൽകിയിരിക്കുന്നു. തുടക്കത്തിൽ അൺലോഡിംഗ് നടക്കുന്ന സമയത്ത് വാൽവ് തുറന്ന് റിസീവർ ടാങ്കിലേക്ക് ഉയർന്ന മർദ്ദമുള്ള വായു പ്രവേശിപ്പിക്കും. ചെക്ക് വാൽവിന്റെ ഇൻലെറ്റ് പോർട്ടിൽ ഒരു അൺലോഡർ ട്യൂബ് ബന്ധിപ്പിച്ചിരിക്കുന്നു. വാൽവ് ഒരു ദിശയിൽ മാത്രമാണ് തുറക്കുക, അതായത് കംപ്രസറിന്റെ മുകളിൽ നിന്ന് റിസീവർ എയർ ഫ്ലോ വരെ. ഈ സമയത്ത് അൺലോഡർ ട്യൂബ് വഴി ഉയർന്ന മർദ്ദമുള്ള വായു ടാങ്കിലേക്ക് നൽകുന്നു. കംപ്രസർ ഫാൻ. കംപ്രസറിന് ആവശ്യമായ തണുത്ത വായു നൽകുന്നതിന് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരറ്റത്ത് ഒരു കംപ്രസർ ഫാൻ ഘടിപ്പിച്ചിരിക്കുന്നു. ഇത് കംപ്രസർ അമിതമായി ചൂടാകുന്നത് തടയും. എയർ കംപ്രസറുകൾ ഒരു പ്രഷറൈസ്ഡ് ടാങ്കിൽ വായു കളക്ട് ചെയ്യുകയും സംഭരിക്കുകയും ചെയ്യുന്നു. കൂടാതെ മോട്ടറൈസ്ഡ് യൂണിറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന എയർ സ്റ്റോറേജ് ടാങ്കിനുള്ളിൽ ഉചിതമായ മർദ്ദം കൈവരിക്കാൻ പിസ്റ്റണുകളും വാൽവുകളും ഉപയോഗിക്കുന്നു. യൂസർക്ക് ഒരേ രീതിയിലുള്ള വായുമർദ്ദം നൽകാൻ കഴിയുന്ന വ്യത്യസ്ത തരം പിസ്റ്റൺ കംപ്രസറുകൾ ഉണ്ട്. ഓട്ടോമോട്ടീവ് കംപ്രസറുകൾ കംബസ്റ്റൻ എഞ്ചിൻ കംപ്രസറുകളാണ്. അവ പിസ്റ്റണിന്റെ മുകളിലേക്കും താഴേക്കുമുള്ള സ്ട്രോക്ക് ഉപയോഗിച്ച് വായു അകത്തേക്ക് കടത്തിവിടാനും സ്റ്റോറേജ് ടാങ്കിലെ വായുവിൽ സമ്മർദ്ദം ചെലുത്താനും ഉപയോഗിക്കുന്നു. മറ്റ് പിസ്റ്റൺ കംപ്രസറുകൾ ഒരു ഡയഫ്രം, ഓയിൽ ഫ്രീ പിസ്റ്റൺ എന്നിവ ഉപയോഗിക്കുന്നു. ഇവ വായു ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ആ സമയത്ത് വായു പുറത്തു പോകാൻ അനുവദിക്കാതെ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. വ്യാവസായിക ആവശ്യങ്ങൾക്കായി വൻതോതിലുള്ള പ്രഷറൈസ്ഡ് വാതകങ്ങൾ സംഭരിക്കാൻ ശേഷിയുള്ള സ്റ്റോറേജ് ടാങ്കുകളിൽ തീവ്രമർദ്ദം സൃഷ്ടിക്കാൻ എയർ കംപ്രസറിന് കഴിയും. നമുക്ക് കംപ്രസർ ഒന്ന് പരിശോധിക്കാം. ഒരു സാധാരണ കംപ്രസറിൽ ഉപയോഗിക്കുന്ന വിവിധ ഘടകങ്ങൾ തിരിച്ചറിയുക. അവയെ റെക്കോർഡ് ചെയ്യുകയും നോട്ട് ചെയ്ത ഘടകങ്ങളുടെ സാന്നിധ്യം പരിശോധിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് ഫിൽറ്റർ റെഗുലേറ്റർ ലൂബ്രിക്കേഷൻ യൂണിറ്റ് നോക്കാം. എയർ ഫിൽറ്ററുകൾ, പ്രഷർ റെഗുലേറ്ററുകൾ, ലൂബ്രിക്കേറ്ററുകൾ എന്നിവയുടെ പ്രീ പാക്കേജ് അല്ലെങ്കിൽ മോഡുലാർ അസംബ്ലികളാണ്
FRL അസംബ്ലികൾ. കംപ്രസറിൽ നിന്ന് വരുന്ന വായു അഴുക്കു നിറഞ്ഞതും ഈർപ്പമുള്ളതും വലിയ മർദ്ദ വ്യതിയാനങ്ങളുള്ള മറ്റു ചില ബാഹ്യമാലിന്യങ്ങൾ ചേരുന്നതുമാണ്. ഇവ വൃത്തിയാക്കിയില്ലെങ്കിൽ ഇത് മുഴുവൻ ന്യൂമാറ്റിക് സിസ്റ്റത്തിനും കേടുപാടുകൾ വരുത്തും. മുൻപ് പറഞ്ഞ മാലിന്യങ്ങളെ FRL യൂണിറ്റിലെ ഫിൽറ്ററിംഗ് ഘടകം ആഗിരണം ചെയ്യുന്നു. ഇതിനുശേഷം റെഗുലേറ്റർ യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് കടന്നുപോകുന്ന വായുവിന്റെ മർദ്ദം നിയന്ത്രിക്കുന്നു. അവസാനമായി ലൂബ്രിക്കേറ്റർ യൂണിറ്റ് ഈ പ്രഷറൈസ്ഡ് എയറിൽ ആറ്റോമൈസ്ഡ് ലൂബ്രിക്കന്റ് നന്നായി കലർത്തുന്നു. ഇതുമൂലം സിസ്റ്റത്തിലെ ചലിക്കുന്ന ഭാഗങ്ങൾ ലൂബ്രിക്കേറ്റ് ചെയ്യപ്പെടുകയും അതുവഴി ഉപകരണങ്ങളുടെ ആയുസ്സും കാര്യക്ഷമതയും വർദ്ധിക്കുകയും ചെയ്യുന്നു. സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡിന്റെ ഒഴുക്കിന്റെ ഗതിയെയും മർദ്ദത്തെയും നിയന്ത്രിക്കുന്നതിനോ ആരംഭിക്കുന്നതിനോ അവസാനിപ്പിക്കുന്നതിനോ മാറ്റുന്നതിനോ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് വാൽവുകൾ. ന്യൂമാറ്റിക്സിലെ വാൽവുകളെ അവയുടെ പ്രവർത്തനമനുസരിച്ച് തരംതിരിച്ചിരിക്കുന്നു. അവ ദിശാനിയന്ത്രണ വാൽവുകൾ, നോൺ റിട്ടേൺ വാൽവുകൾ, പ്രഷർ കൺട്രോൾ വാൽവുകൾ, ഫ്ലോ കൺട്രോൾ വാൽവുകൾ എന്നിവയാണ്. കംപ്രസ് ചെയ്ത വായുവിന്റെ പ്രഷർ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ന്യൂമാറ്റിക് ആക്ച്വേറ്ററുകൾ. നേർരേഖയിലുള്ളതോ വൃത്താകൃതിയിലുള്ളതോ അല്ലെങ്കിൽ ഓസിലേറ്ററി പോലുള്ളതോ ആയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ന്യൂമാറ്റിക് സിലിണ്ടറുകൾ ഉപയോഗിക്കാം. 3 തരത്തിലുള്ള ന്യൂമാറ്റിക് ആക്ച്വേറ്ററുകളുണ്ട്. അവ ലീനിയർ ആക്ച്വേറ്റർ അല്ലെങ്കിൽ ന്യൂമാറ്റിക് സിലിണ്ടറുകൾ, റോട്ടറി ആക്ച്വേറ്റർ അല്ലെങ്കിൽ എയർ മോട്ടോറുകൾ, ലിമിറ്റഡ് ആംഗിൾ ആക്ച്വേറ്ററുകൾ എന്നിവയാണ്. ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ തിരിച്ചറിയൽ, എയർ കംപ്രസറിന്റെ നിർമ്മാണം, പ്രവർത്തന തത്വം എന്നിവ സംബന്ധിച്ച നമ്മുടെ സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന എയർ കംപ്രസറിന്റെ നിർമ്മാണം, ഭാഗങ്ങൾ, പ്രവർത്തന തത്വം എന്നിവ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കണം. കൂടാതെ FRL ഫിൽറ്റർ റെഗുലേഷൻ ലൂബ്രിക്കേഷൻ യൂണിറ്റ്, വിവിധ തരം ന്യൂമാറ്റിക് വാൽവുകൾ, ആക്ച്വേറ്ററുകൾ അഥവാ ന്യൂമാറ്റിക് സിലിണ്ടർ എന്നിങ്ങനെ ഈ സിസ്റ്റത്തിലുള്ള വിവിധ ഉപകരണങ്ങളും നാം മനസ്സിലാക്കി.